അതെ ഹിറ്റ്ലറെ, ഈ മാജിക് കാണിച്ചൊന്നും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഇനിയും വേണമെങ്കിൽ കുമ്പളങ്ങ ഞാൻ ഇയാളുടെ തലയിട്ട് തന്നെ പൊട്ടിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ആ, ഭ്രാന്ത് പിടിപ്പിക്കാൻ മിടുക്കനാണല്ലോ നിങ്ങള്. നീ പിന്നെയും കള്ളു കുടിച്ചോ? രാവിലെ കുമ്പളങ്ങ തലയെ വീഴ്ത്തി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പൊ ഒരാവശ്യമില്ലാതെ വഴക്കിന് വരുന്നു. മറന്നുപോയ ഒരു ഡോക്യുമെന്റ്സ് തിരിച്ചെടുക്കാൻ വന്നാ ഞാൻ, അല്ലാതെ നിന്റെ ഭ്രാന്ത് കേൾക്കാനല്ല. വഴിന്ന് മാറ്. കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു. ജ്യോതി, അവിനാശിന്റെ പ്ലാൻ അപകടം നിറഞ്ഞതാണ്. അവനെ കുടുംബം തകർക്കും, മരുമക്കളെയും ഡേക്കയും തമ്മിൽ തെറ്റിക്കും. അവനെ വിശ്വസിക്കരുത്. ഡേക്കയെ അവൻ ചതിച്ചു കൊല്ലും. സൂര്യ, ഇത് നീ എഴുതിയതാണോ? ഡേക്കയും കുടുംബത്തെയും അവിനാശ് അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞത് ശരിയാണോ? നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ? അവൻ നിന്നോട് പറഞ്ഞോ? പിന്നെന്താ അവൻ പറഞ്ഞത്? ഇവിടുത്തെ മക്കളെയും ഡേക്കയും അവൻ തമ്മിലടുപ്പിക്കുമെന്ന് പറഞ്ഞത് എങ്ങനെയാ? സൂര്യ, ഒന്ന് പറയ്. അവൻ എങ്ങനെയാ ഈ കുടുംബം തകർക്കുന്നേ? അവന്റെ പ്ലാൻ എന്താ? ശരി, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. എഴുത് സൂര്യ. എനിക്കറിയാവുന്നതൊക്കെ നീ എഴുത്. അതൊക്കെ അറിഞ്ഞ മാത്രമേ എനിക്ക് കുടുംബത്തെ രക്ഷിക്കാൻ പറ്റൂ. എഴുത്. എഴുത്. അവന്റെ എല്ലാ പ്ലാനുകളും വിശദമായിട്ട് എഴുത്. എനിക്ക് ഈ കുടുംബത്തെ രക്ഷിച്ചേ പറ്റൂ. സൂര്യ, പ്ലീസ്. ഈ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു പോറിലേറ്റാ പോലും ഡേക്കയ്ക്ക് അത് സഹിക്കില്ല. അവിനാശിന്റെ എല്ലാ പ്ലാനുകളും എനിക്ക് പൊളിച്ചേ പറ്റൂ. ശ്രീറാമും ഗോകുലും ബാലുവും ആരും അവന്റെ ട്രാപ്പിൽ വീഴാൻ പാടില്ല. സൂര്യ, എഴുത്. നിന്റെ മനസ്സിലുള്ളത് എല്ലാം എഴുത്. എഴുത്. ലോൺ ചതിയാണ്, പ്രോപ്പർട്ടി പറ്റിക്കലാണ്. എന്താ സൂര്യ? ഏത് പ്രോപ്പർട്ടി? ഏത് ലോൺ? കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുത സൂര്യ. സൂര്യ, പ്ലീസ് ഒന്നുകൂടി ശ്രമിക്ക. അയാളുടെ ബലവും ബലഹീനതയെല്ലാം ഈ കുടുംബമാണ്. അത് ഞാൻ പൊളിച്ചടുക്കും. മതി, സാരില്ല. നമുക്ക് നാളെ ട്രൈ ചെയ്യാം. എന്താ ഇവിടെ? ഇതെന്താ നോട്ട് പാഡും പേനയും ഒക്കെ? ഞാനൊന്ന് അവളെ കൊണ്ട് എന്തെങ്കിലും എഴുതിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാ.
ഈ അനങ്ങാൻ വയ്യാതെ കിടക്കുന്നവളെ കൊണ്ട് നീ എന്തെഴുതിക്കാനാ നോക്കിയത്? ഏയ് ഒന്നുമില്ല, ഞാനിവിടെ നിന്ന് ആക്റ്റീവായിട്ട് എടുക്കാൻ നോക്കിയതായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എഴുന്നേക്കാൻ പറ്റിയില്ല. പാവം കരഞ്ഞുപോയി. എന്തോ പറയാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അത് കണ്ടപ്പോ ശരിക്കും സങ്കടം വന്നു. അതുകൊണ്ടാ പറയാനുള്ളത് ആലോചിച്ച് എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതിനും സാധിക്കുന്നില്ല. കഷ്ടം. എന്തൊരു വിധിയായത്. സൂര്യക്ക് ഒരു കാരണവശാലും ടെൻഷൻ കൊടുക്കരുതെന്ന് നിനക്കറിയില്ലേ? നീ ഇപ്പൊ ഈ പറഞ്ഞതൊന്നും തമ്മിൽ ഒരു പരസ്പര ബന്ധവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു. സത്യം പറയടി, എന്താ ഇവിടെ സംഭവിച്ചത്? ആ അല്ലേ, ഇപ്പൊ എനിക്കായോ കുറ്റം? ആ, നിനക്ക് ഏണി വെച്ച് കയറി വഴക്ക് പറയാൻ എന്നെ മാത്രമേ കിട്ടിയോളോ? അതേ മരുമകളെ, ഞാൻ സൂര്യയുടെ കെയർ ടേക്കർ ആണ്, അത് മറക്കണ്ട. നീ കെയർ ടേക്കർ ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലോ? നീ സൂര്യയെ കൊണ്ട് എന്താ എഴുതിക്കാൻ നോക്കിയത്? അതോ, ഇന്നലെ രാത്രി കൃത്യം ഒരു 9:27 ഈ മുറിയിൽ ഒരു ഉൽക്ക വീണായിരുന്നു. അതിന്റെ വലിപ്പവും നീളവും വീതിയും ഒന്ന് എഴുതി വാങ്ങിക്കാൻ വേണ്ടി നോക്കിയതാ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പിന്നാലെ വന്ന് നോക്കാതെ പോയി അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കും. അല്ലെങ്കിൽ വേണ്ട, നീ വേറൊരു ഹെൽപ്പ് ചെയ്താൽ മതി. എന്ത് ഹെൽപ്പ്? സൂര്യയെ കുളിപ്പിക്കാൻ നേരമായി. ഇവളിട്ടിരിക്കുന്ന ഡ്രസ്സും കിടക്ക വിരിയും ഒന്ന് നനയ്ക്കണം. എന്തായാലും നീ സൂര്യയുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണല്ലോ. വേഗം ഇതൊക്കെ ഒന്ന് ചെയ്തേക്ക്. അപ്പൊ ശരി. ആ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ ഈ മുറിയും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയേക്കണേ. നമ്മള് കെയർ ടേക്കർ അല്ലേ. ലോൺ ചതിയാണ്, പ്രോപ്പർട്ടി പറ്റിക്കലാണ്. മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് സുഖിക്കുകയാണോ? നീ കാരണോ അവരുടെ മനസ്സ് തകർന്നത്. അതുകൊണ്ടാ അവര് കുടിച്ചത്. അവർക്ക് വേണ്ടി ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മാത്രമായിട്ട്. അതിന് ഒരു ലോൺ വേണം. ഗ്യാരണ്ടർ ഞാൻ തന്നെയാണ്. DK ഗോകുലിനെയും ബാലുവിനെയും ബാങ്കിലേക്ക് അയച്ചു. അവരുടെ ലോണിന്റെ കാര്യവും ശരിയാക്കും. അപ്പൊ പിന്നെ സൂര്യ എഴുതിയ ബാങ്കിന്റെ ലോണിന്റെയും കാര്യം എന്താ? ഏത് പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാ ചതി നടക്കാൻ പോകുന്നത്? മായയ്ക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാണോ? ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ. അതിനിപ്പോ എന്താ ഒരു വഴി? യെസ്, അത് തന്നെ വഴി. എന്തിനായിരിക്കും സൂര്യ അങ്ങനെ എഴുതിയത്? അവിനാഷിന്റെ എന്ത് പ്ലാനിനെ കുറിച്ചായിരിക്കും അവൾ എഴുതാൻ ഉദ്ദേശിച്ചത്? DKയോട് പറയാതെ ഗോകുലും ബാലുവും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവോ? അവിനാഷ് ആയിരിക്കുമോ അതിന് പിന്നിൽ? അതായിരിക്കുമോ
ഇനി സൂര്യ പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അവരെ രക്ഷിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവിനാശ് അവരെ നശിപ്പിക്കും. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. ഈശ്വര, 3.5 കോടി രൂപയോ? ഇത് കടം വാങ്ങിയതിന്റെ ഡോക്യുമെന്റ്സ് ആണല്ലോ. ഇവരെന്തിനാ ഇത്രയും കാശ് കടം വാങ്ങിയത്? ചിത്രേ, ചിത്രേ, നീ എന്താടി ഇവിടെ? ചിത്രയുടെ മുറിയില് നിനക്കെന്താ കാര്യം? ഞാനോ? എന്റെ ഒരു സാധനം കാണാതായി. അത് ഇവിടെ ഉണ്ടോ നോക്കാൻ വന്നതാ. നിന്റെ എന്തെങ്കിലും സാധനം കാണാതായ അത് ഞങ്ങളുടെ മുറിയിലാണോ വന്ന് തപ്പുന്നത്? കുന്തം പോയാ കൊടുത്തിലും തപ്പണമെന്നാണല്ലോ. പിന്നെ ഈ വീട്ടിൽ ആകെ മോഷണ സ്വഭാവമുള്ളത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഇവിടെ തന്നെയാണല്ലോ വന്ന് തരേണ്ടത്. ചിത്ര എന്തായാലും നിന്റെ മുറിയിൽ കയറി ഒന്നും മോഷ്ടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുമല്ല, എന്തുണ്ട് നിന്റെ മുറിയിൽ നിന്ന് മോഷ്ടിക്കാൻ? അതിന് എന്റെ മുറി മാത്രമല്ലല്ലോ, അത് DKയുടെയും കൂടിയാണല്ലോ. അവിടെ മോഷ്ടിക്കാൻ പലതും കാണും. അത് ശരി. അപ്പോ ചിത്ര DKയുടെ മുറിയിൽ നിന്ന് എന്തെങ്കിലും വിലപ്പെട്ടത് മോഷ്ടിച്ചെന്നാണോ നീ പറയുന്നത്? എന്താ മോഷ്ടിച്ചെന്ന് തെളിവ് സഹിതം ഞാൻ കാണിച്ചുതരാം. നിർത്തടി, നീ ഭ്രാന്ത് പറയുന്നോ? മനഃപൂർവ്വം ചിത്രയെ അപമാനിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഞാനത് ക്ഷമിക്കില്ല. ഒന്ന് അടങ്ങടി മരുമോളെ, നീ അധികം കിടന്ന് തുള്ളല്ലേ. നീയും നിന്റെ അനിയത്തിമാരും കൂടി ഇവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. 2-3 ദിവസമായിട്ട് ഇവിടെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. നീയും അതിന്റെ ഭാഗമാണോന്നാ എനിക്കിപ്പോ അറിയേണ്ടത്. അത് ഞാൻ തെളിയിക്കും. അത് ശരി. ഇതുവരെ നീ ഈ വീട്ടിൽ കളിച്ച നാടകം ഒന്നും പോരാതെയാണോ ഇനി പുതിയത്? വെറുതെ എന്റെ മേൽ കുതിര കയറാൻ വന്നാലുണ്ടല്ലോ, എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. നിന്റെ എന്ത് സ്വഭാവം അറിയാനാടി? എന്റെ 3 മരുമക്കളുടെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം. അതൊന്നും നീ ഇനി പുതിയതായിട്ട് പഠിപ്പിക്കാൻ വരണ്ട. നീ അധികം ചാടണ്ട. അമ്മയുടെ സപ്പോർട്ടില്ല നിന്റെ ഈ നെഗളിപ്പെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഓ, ഞാൻ ഇപ്പൊ തന്നെ ഇത് ചെന്ന് അമ്മയോടൊന്ന് പറയട്ടെ. പോയി പറ. നിനക്കുള്ള ശിക്ഷ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചു തരാം. ഞങ്ങള് 3 മരുമക്കളും കള്ളരാണെന്ന് മുദ്രകുത്തി അപമാനിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് വെറുതെ വിടാൻ പറ്റില്ല.
ഇതിനകത്ത് എന്തോ ഒരു വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ച് സൂര്യ എങ്ങനെ അറിഞ്ഞു? അവിനാശ് തന്നെ പറഞ്ഞതായിരിക്കും. എന്തായാലും ഈ ഫയൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. ഇതിനെക്കുറിച്ച് അന്വേഷണം വരട്ടെ. ചിത്രയുടെ മുറിയിൽ നിന്നല്ലേ ഇത് കിട്ടിയത്? അന്വേഷിച്ചു വരുമ്പോൾ അവളെ കൊണ്ട് തന്നെ ഇതിന്റെ സത്യം പറയിക്കണം. ബേക്കറി കറി, നിനക്കെന്താ കണ്ണ് കാണാൻ വയ്യേ? മനുഷ്യനെ കാണാൻ വയ്യേ? നിങ്ങൾ എന്താ എന്നെ കണ്ടില്ലേ? ഒന്ന് ഒഴിഞ്ഞു മാറായിരുന്നില്ലേ? നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല. നോക്കിയും കണ്ട് നടക്കാൻ പഠിക്കാത്ത യൂസ്ലെസ്. യൂസ്ലെസ് എന്ന് വിളിച്ചോണ്ടല്ലോ. ഞാൻ എന്താ കാന്തമാണോ ഇങ്ങനെ എപ്പോഴും നിങ്ങളെ വന്ന് ഒട്ടാൻ വേണ്ടിട്ട്? ഒരു അബദ്ധം പറ്റിയതല്ലേ എന്റെ ഹിറ്റ്ലറെ ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനിയെങ്കിലും ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കരുത്. ഇങ്ങനെ പോയാൽ നീ സ്കൂട്ടർ ഓടിക്കുമ്പോ വല്ല വഴിയാത്രക്കാരെയും ഇടിച്ചു കൊല്ലും, ഉറപ്പാ. ഓ അതെ, അതിപ്പോ ഞാൻ സ്കൂട്ടറിൽ ഹോൺ അടിച്ച് സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്ന ആള് മൊബൈലിൽ സംസാരിച്ചോണ്ട് വന്നാ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഞാൻ മൊബൈലിൽ സംസാരിച്ചല്ല വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. എനിക്കൊരു ഉദാഹരണവും പറഞ്ഞൂടെ? നിന്റെ ഈ നാവില്ലായിരുന്നെങ്കിൽ നിന്നെ എന്നേ നാട്ടുകാർ തല്ലി കൊന്നേനെ. അതെ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും എന്നെ കുറിച്ച് നല്ലതുപോലെ അറിയാം. എന്നെ കണി കണ്ടിട്ട് പോയാ അന്നത്തെ കാര്യം സൂപ്പറാന്നാ എന്റെ അച്ഛൻ വരെ പറയണേ. എന്തു പറഞ്ഞാലും തിരിച്ചു പറയാൻ തർക്കുത്തരമുണ്ടല്ലോ കയ്യില്. ഈ വീടിന് ഇതിലും വലുത് എന്ത് വരാനിരിക്കുന്നതാ? അതെ, നീ ഒന്ന് നിന്നേ. എന്താ നിന്റെ കയ്യിരിക്കുന്ന ഈ ഫയൽ എന്താ? നിനക്ക് ഈ വീട്ടിൽ ഫയൽ കൊണ്ടു നടക്കേണ്ട ജോലിയൊന്നും ഇല്ലല്ലോ. അത് അയ്യോ എന്റെ ഈശ്വര, കുടുങ്ങിയല്ലോ. ഹിറ്റ്ലറിനോട് സത്യം പറയണോ? ഇപ്പൊ ഇത് DK കണ്ട ഇവിടെ ഭൂകമ്പം തന്നെ നടക്കും. ആദ്യം സത്യം എന്താന്ന് അറിയട്ടെ, എന്നിട്ട് DKയോട് പറയാം. ചോദിച്ചേ ഈ ഫയൽ എന്താണെന്ന്. അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? ചിലപ്പോ പേപ്പറും പേനയും കാണും, അല്ലെങ്കിൽ ഡയലോഗ് എഴുതിയ പേപ്പർ കാണും. ഡയലോഗോ? എന്ത് ഡയലോഗ്? അത് പിന്നെ സിനിമയുടെ ഓഡീഷൻ ഉണ്ട്, ഉടനെ തന്നെ ഉണ്ടാവും നായികയായിട്ട് അഭിനയിക്കാൻ. അതിനുള്ള ഡയലോഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാ ഇത്. എന്തേ കേൾക്കണം? കുറച്ച് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഹേ ഭഗവാൻ, ഈ കൊടും വനത്തിനുള്ളിൽ ഒരു രാക്ഷസന്റെ മുമ്പിൽ അകപ്പെട്ടു പോയി ഞാൻ. കോട്ടും സ്യൂട്ടും കണ്ണടയും ധരിച്ച ഒരു ന്യൂജൻ രാക്ഷസൻ. ദയവ് ചെയ്ത് ഈ ദാസിയെ രക്ഷിക്കൂ. ഈ രാക്ഷസൻ എന്നെ പച്ചയ്ക്ക് തിന്നു മുൻപ് എന്റെ ജീവൻ രക്ഷിക്കൂ, രക്ഷിക്കൂ. പ്ലീസ് പ്ലീസ് ഭഗവാൻ, പ്ലീസ് പ്ലീസ് ഭഗവാൻ. രക്ഷപ്പെട്ടു. ആ രാക്ഷസന്റെ കയ്യിലെങ്ങാനും ഈ ഫയൽ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഇന്ന് തവിട് പൊടിയായേനെ. ഇനി എങ്ങനെ DKയുടെ മുഖത്ത് നോക്കും? ഉറപ്പായും DK നമ്മൾ അമരാവതിയിൽ നിന്ന് ഇറക്കി വിടും. വല്ല ബ്യൂട്ടി പാർലറിലും എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. മേക്കപ്പ് ഇടാനല്ലാതെ നമുക്കൊരു ജോലി അറിയില്ലല്ലോ. നമ്മുടെ കാര്യം പോട്ടെ, ഇവരെന്ത് ചെയ്യും? DKയുടെ ഉത്തരവനുസരിച്ച് ചലിക്കാൻ അറിയാവുന്ന പാവകളല്ലേ രണ്ടും. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? മനുഷ്യനിവിടെ തീ തിന്നോണ്ടിരിക്കുമ്പോഴാ കുറ്റപ്പെടുത്തലും.
നമ്മൾ 4 പേരും കൂടിയാ എല്ലാം തീരുമാനിച്ചത്. വരുന്നത് എല്ലാരും കൂടി ഒരുമിച്ച് അനുഭവിക്കണം. ആ ജ്യോതി എന്തോ പറഞ്ഞൊന്നും പറഞ്ഞ് ചുറ്റും നിന്ന് എരി കൂട്ടിയത് നിങ്ങൾ രണ്ടും കൂടിയാ. അതുകൊണ്ടാ എടുത്തു ചാടി ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ പുറപ്പെട്ടത്. 1 2 ഒന്നുമല്ല, 3.5 കോടി രൂപയുടെ ബാധ്യത തലയില്. അത് പരിഹരിക്കാൻ എന്താണ് വഴിയെന്നൊന്ന് ആലോചിക്കുക. ഒന്ന് നിർത്തിയേ, ഇതൊന്ന് നോക്ക്. ജ്യോതി മെസ്സേജ് ഇട്ടിരിക്കുന്നു. എന്താ? യു ആർ ഇൻ ട്രബിൾ. ഇതെന്താ ജ്യോതി ഇങ്ങനൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്? നമ്മൾ ഈ ബിസിനസ് തുടങ്ങാൻ ലോൺ എടുത്ത കാര്യം അവൾ അറിഞ്ഞു. എങ്കിൽ തീർന്നു. അവളെ എല്ലാം ഡിക്കോട് പറയും. ഇനി നമ്മള് ബാഗും തൂക്കി അങ്ങ് ഇറങ്ങിയാ മതി.